അങ്ങനെ സഫർ മാസം നമ്മിലേക്ക് വന്നു അല്ലേ. സഫർ വരുമ്പോൾ തന്നെ ചില ആളുകൾ പറയുവേ, കല്യാണമൊന്നും നടത്തരുത് കേട്ടോ, സഫർ മാസമാണ്, വീട് താമസോ, സഫർ കഴിയട്ടെ, റബീഉൽ അവ്വൽ വരട്ടെ. അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മയുള്ള കാര്യങ്ങൾ നമ്മൾ മുടക്കി വെക്കാറുണ്ട് സഫർ മാസത്തിൽ. എന്താണ് ഈ സഫറിൽ ഇത്ര പേടിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം, ഫാത്തിമ ബീവിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം ഈ സഫറിലാണ് നടന്നത്. അതെന്താന്ന് പഠിക്കണ്ടേ? മാത്രമല്ല, എന്ത് പ്രതിസന്ധി വരുമ്പോഴും മുറുകെ പിടിക്കേണ്ട ഒരു അത്ഭുത ദിക്റുണ്ട്. ആ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ ആ സമയത്ത് തന്നെ എന്ത് പ്രതിസന്ധിയാണ്, കണ്ണേറാകട്ടെ, സിഹറാകട്ടെ, നാവേറാകട്ടെ, ശാപവാക്കുകളാകട്ടെ, എല്ലാം ആ നിമിഷം തന്നെ ഇല്ലാതായി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ സ്വഭാവുൽ ഖൈറിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്തപ്പോൾ ജീവിതത്തിൽ അത്ഭുതം നിറഞ്ഞൊരു മാറ്റം, 1-2 ദിവസം കൊണ്ട് തന്നെ വല്ലാത്ത മാറ്റം ഉണ്ടായതൊരു അനുഭവം ഒരു സഹോദരൻ പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് കേൾക്കാം. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതം അവൻ്റെ തൃപ്തിയിലാക്കട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഒരു സഫർ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് അല്ലേ. ഇന്ന് സഫർ 1. അതുപോലെ തന്നെ സഫറിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒരു മാസം മനോഹരമാക്കി എടുക്കാനായിട്ട് ഇങ്ങനെയുള്ള പരിശുദ്ധ സമയങ്ങളെയൊക്കെ നമ്മൾ വളരെ ഭംഗിയാക്കി കൈകാര്യം ചെയ്താൽ മതി. വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ സ്വലാത്തുകൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, സ്വതക്കകൾ കൊണ്ട് മനോഹരാക്കിയാൽ അൽഹംദുലില്ലാ ഈ ഒരു മാസം കളർഫുള്ളായി കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സഫറിനെ കുറിച്ച് കുറേ വിശ്വാസങ്ങളുണ്ട് നമുക്കിടയിലൊക്കെ, കുറേ തെറ്റിദ്ധാരണകളുമുണ്ട് ഇല്ലേ. സഫർ വരുന്നു, ഭയങ്കര പേടിയാണ്. സഫർ മാസം കല്യാണമൊന്നും സഫറിന് നടത്തല്ലേ, വീട് താമസം നടത്തല്ലേ, തറക്കല്ലിടല്ലേ, പുതിയതൊരു സംഗതി നമ്മൾ സഫറിൽ തുടങ്ങാൻ മടിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും. സഫർ ഇത്ര പ്രശ്നമാണോ? ആണോ? എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം, അങ്ങനെ സഫറിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. സഫറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നീ, അതൊക്കെ അന്ധവിശ്വാസമാണെന്നാണ്. ഈ അന്ധവിശ്വാസം കൂടി എന്ത് സംഭവിക്കും? സമൂഹം നശിക്കും. അപ്പം അതുകൊണ്ട് തന്നെ കാര്യം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ സഫർ മാസം വരുമ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ഉംറ ചെയ്യൂല. ഈ സഫറാണ്, ഉംറക്കൊന്നും കൊള്ളൂല, കല്യാണം കഴിക്കൂല, അതുമാത്രമല്ല ഒരു കച്ചവടം തുടങ്ങൂല. അതായത് എന്തൊരു ജീവിതത്തിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംഗതികളൊക്കെ സഫർ ആകുമ്പോൾ നിർത്തിവെക്കും. കാരണം എന്താ? സഫർ നല്ലതൊന്നും തുടങ്ങാൻ പറ്റിയ സമയമല്ല എന്നാണ്. എന്നാൽ ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ലാ അദുവ വലാ തുയ്റത വലാ ഹമ്മത വലാ സഫർ. അതായത് ലാ അദുവ, അതായത് ഈ രോഗം തന്നെ പടരില്ല. അന്നത്തെ ഒരു വിശ്വാസമുണ്ട്, പകർച്ചവ്യാധി അത് തന്നെ അങ്ങനെ ഞങ്ങൾ പടർന്നു പിടിക്കുന്ന ഇല്ല. അങ്ങനെ രോഗത്തിന് കഴിവൊന്നുമില്ല. വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. അള്ളാൻ്റെ അനുമതിയില്ലാതെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഇപ്പം രോഗം നമുക്ക് തരുന്നത് അള്ളാഹുവാണ്, രോഗം തന്നെ പടരുന്നതല്ല. പകർച്ചവ്യാധി ആണെങ്കിലും നമ്മൾ സൂക്ഷിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് തരുന്നവൻ അള്ളാഹു തന്നെയാണ്. വല ത്വീറത്ത് എന്ന് പറഞ്ഞാൽ ഈ അപലക്ഷണം നോക്കുക. അതിൽപ്പെട്ട ഒന്നാണ് ഈ പക്ഷി ലക്ഷണം എന്ന് പറഞ്ഞൊരു സംഗതി പണ്ടുണ്ടായിരുന്നു. അതായത് ഈ പണ്ടത്തെ ഖുറൈശികൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ നേരത്ത് പക്ഷികളെ ഇങ്ങനെ പറത്തിവിടും, ചെറിയ പക്ഷിയെ പറത്തിവിടും കൂട് തുറന്നിട്ട്. അപ്പോൾ ഈ പക്ഷി പറവ പോണത് വലത്തേക്കാണെങ്കിൽ കാര്യം അടിപൊളിയാവും, ഇടത്തോട്ടാണ് പോണതെങ്കിൽ കച്ചവടം തുടങ്ങല്ലേ, യാത്ര പോകല്ലേ, അപകടത്തിലേക്കാണ്. ഇങ്ങനെ കുറേ അബദ്ധജടിലമായ വാദങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറയാം, വലാ തുയറത്ത, അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. ഇനി പറവ മാത്രമല്ല, നമുക്കിടയിലുണ്ടല്ലോ പൂച്ച എങ്ങാനും വട്ടം ചാടിയത് പൂച്ചയാണ്, ഇപ്പോൾ പോകണ്ടാട്ടാ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ. ഇനി എങ്ങാനും ഭർത്താവ് പുറത്തു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരികയാണ് താക്കോലെടുക്കാനായിട്ട്. തിരിച്ചങ്ങനെ കയറല്ലേ, അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുവന്നേരാം. അങ്ങനെ തിരിച്ചു കയറാൻ കൊള്ളൂല. ഇതൊക്കെ ഏത് വിശ്വാസമാണ്? ഇസ്ലാമിൽ ഇങ്ങനെ വിശ്വാസമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കെട്ടിയോനിങ്ങനെ യാത്ര പോകാമെന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇക്കാക്കാ കെട്ടിയോൾ വിളിക്കുകയാണ്, കളഞ്ഞ് നശിപ്പിച്ചവള് പുറകീന്ന് വിളിച്ചേക്കണ്. ഇസ്ലാമിന് ഏതായാലും ഇങ്ങനെയുള്ള വിശ്വാസമില്ല. നമുക്ക് കുറേ തെറ്റിദ്ധാരണ അങ്ങനെ ഉണ്ടെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഉസ്താദേ ചില്ല് ഗ്ലാസ് താഴെ വീണ് പൊട്ടിയാൽ എന്താണ്? ഞാൻ പറഞ്ഞു, എന്താണ്, ഒരു കുഴപ്പമില്ല, നിങ്ങൾ തുടച്ച് കളയുക, അല്ലെങ്കിൽ കാലിൽ കുത്തിക്കയറും, അതൊരു പ്രശ്നമാണ്. അതൊക്കെ എനിക്കറിയാം,
വേറെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഒരു പ്രോബ്ലംസ് ഇല്ല. അപലക്ഷണമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അന്ധവിശ്വാസമാണ്. മനുഷ്യനായ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടും, അപലക്ഷണമാണ്. ഏതർത്ഥത്തിൽ? കാലിൽ കുത്തിക്കേറിയാൽ. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അപലക്ഷണമില്ല കേട്ടോ. ആ കുത്തിക്കേറലും ഹൈറാണ്, നമ്മളെ പാപങ്ങൾ പൊറുക്കാനുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മളങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ തുടച്ച് കളയാമെന്നല്ലാതെ അതിലൊക്കെ ലക്ഷണം നോക്കേണ്ട കാര്യം ഇസ്ലാമിൽ ഇല്ല. പിന്നീട് കുറേ സംഗതികൾ, എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നം കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ അർത്ഥം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങും. കുറേ ലക്ഷണ മൊയ്ലിയാക്കന്മാരുണ്ട് അർത്ഥം എഴുതി വെക്കാനായിട്ട്. എല്ലാം കയറി അങ്ങ് വിശ്വസിക്കരുത്. ഒരേ സ്വപ്നം തന്നെ ഇപ്പം നിരന്തരം ഇങ്ങനെ പതിവായി കണ്ടുകൊണ്ടിരിക്കണം. അപ്പം നമുക്കൊരു അറിവുള്ള പണ്ഡിതനോട് ആ വിഷയത്തിൽ നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഇനി ഇടങ്ങേറുണ്ടാക്കുന്ന സ്വപ്നമാണെങ്കിൽ തന്നെ ഇടത്തോട്ട് 3 തവണ തുപ്പുക, ആ സ്വപ്നത്തിൽ നിന്ന് അള്ളാഹിനോട് കാവൽ തേടുക, അവിടെ കൊണ്ട് തീരും. പിന്നെ പറയേണ്ടത് പോലും ഇല്ല എന്നാണ്. എന്നിട്ടും നമുക്ക് അതിൻ്റെ ഉപദ്രവം നിരന്തരം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് അറിയുന്ന ആലിമീങ്ങളോട് ചോദിക്കണം. അല്ലാതെ ഒരു തവണ സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്, അതിൻ്റെ കാര്യം തന്നെയല്ല. അത് പിശാച് നമ്മളെ കാണിച്ച് ഭയപ്പെടുത്തുന്ന സംഗതികളാണ്. അങ്ങനെ എല്ലാത്തിനും നമ്മൾ അപലക്ഷണം കാണുന്ന ആളുകളാകരുത്. എന്നാൽ നല്ല ലക്ഷണമുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുന്നു, അൽഹംദുലില്ലാ, നല്ല ലക്ഷണം, നല്ലതുണ്ട്, നല്ല ലക്ഷണമുണ്ട് ഇല്ലേ. ഇപ്പം നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ നല്ല ചിരിച്ച മുഖമായിട്ട് ഒരാൾ കയറി വരും, മാഷാ അല്ലാ, എന്നൊരാൾ മുഖം ദേഷ്യം പിടിച്ചു വരുന്നു, ഇത് അപലക്ഷണമാണല്ലോ. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. എന്നാൽ നല്ല ലക്ഷണമുണ്ട്, ചിരിച്ചുകൊണ്ടാണ് വരണമെങ്കിൽ അൽഹംദുലില്ലാ, എൻ്റെ കാര്യം എളുപ്പമാവും, അവൻ്റെ ചിരിയുണ്ടോ, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കച്ചവടം തുടങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ വരുന്ന ഒരു ഭിക്ഷക്കാരനാണ്. കൈനീട്ടം തന്നെ കോളായി, ഇന്നത്തെ കച്ചവടം പോക്കാണ്, ഇവനെ പിന്നെ മുസ്ലിമാണെന്ന് പറയാൻ കൊള്ളുമോ? പറ്റൂല. എന്നൊരു വിശ്വാസി ചിന്തിക്കേണ്ടത് എന്താ? അൽഹംദുലില്ലാ, ആദ്യം തന്നെ ഒരു സ്വതക്ക കൊടുത്ത് തുടങ്ങാൻ പറ്റുമല്ലോ, അൽഹംദുലില്ലാ. ഇതാണൊരു വിശ്വാസിയുടെ ചിന്തയാകേണ്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഹാമ്മച്ച റസൂലുള്ളാഹി അങ്ങനെ ഹാമ്മത്തൂല. ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, കൂമം മൂളുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. കൂമം എന്ന് പറഞ്ഞിട്ടൊരു ഒരു പക്ഷി. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. കൂമം മൂളിക്കഴിഞ്ഞാൽ മരണം നടക്കും. അസ്രായിൽ അപ്പം ഇനി ആദ്യം കൂമനെ കൊണ്ടൊന്ന് മൂളിക്കണം, അല്ലാണ്ട് മരിക്കൂലാരും. അതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. ഞാൻ പറഞ്ഞു, ചില വല്യമ്മമാരൊക്കെ പറയേ, അതേ കൂമം മൂളുന്നുണ്ട്, ആരാണ്ടൊക്കെ എവിടെങ്ങാണ്ടൊക്കെ മരിക്കാനായിട്ടുണ്ട്, എന്നാലും ഞാൻ മരിക്കാനായിന്ന് വല്യമ്മ പറയൂല. അല്ലെങ്കിൽ അപ്പോൾ ആരാണ്ടൊക്കെ മരിക്കാനായിട്ടെന്ന് പറയുള്ളൂ അല്ലേ. അങ്ങനൊരു കൂമനുണ്ട്. അതുപോലെ തന്നെ സഫറിലും അന്ധവിശ്വാസമുണ്ട്. സഫറും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കില്ല. സഫർ മാസത്തിൽ അപലക്ഷണമില്ല. എല്ലാ മാസവും പോലെ തന്നെയാണ് അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സാധാ മാസങ്ങളിൽ നെഹ്സ് ഉള്ളതുപോലെ സഫറിലും നെഹ്സ് ഉണ്ടായേക്കാം, അതിൻ്റെ ചില ദിവസങ്ങളിലൊക്കെ. മനസ്സിലായോ? അല്ലാതെ സഫറിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഇനി റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ, ഫാത്തിമ ബീവിയുടെയൊക്കെ ജീവിതത്തിൽ ചില സംഗതികൾ നടന്നിട്ടുണ്ട് സഫറിൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദത്തുന ഖദീജ ബീവിയും തമ്മിൽ കല്യാണം കഴിച്ചത് സഫർ മാസത്തിലാണ്. നമ്മുടെ പിള്ളക്ക് കല്യാണം സഫറാണ്, കെട്ടിക്കല്ലേ. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ, അന്ന് ഞാൻ പറഞ്ഞല്ലേ സഫറിൽ കെട്ടിക്കേണ്ടെന്ന്, അത് സഫറിൻ്റെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ മോക്കടെ അല്ലെങ്കിൽ മോൻ്റെ കുഴപ്പമാണത്. ആദ്യം അതുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ഒക്കെ കൊണ്ടുപോയി സഫറിൻ്റെ മേത്തോട്ട് വെക്കരുത്. മനസ്സിലായോ? ഖദീജ ബീവിയുടെ ഒക്കെ ലൈഫ് എന്ത് രസമല്ലേ. മാണിക്യമലരായ പൂവി മഹദിയാൽ ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. ഖാതിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച്, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ച്. ഇരിക്കട്ടെ, രാവിലെ ഇട്ടിട്ടുള്ള പാട്ടൊക്കെ ഒരു രസമല്ലേ. ഏതായാലും ഖദീജ ബീവിയുടെ മുത്തുനബിയുടെ ലൈഫ് എന്ത് രസമാണ് ഇല്ലേ. ആ ലൈഫ് തുടങ്ങുന്നത് സഫർ മാസത്തിലാണ്. പിന്നെ റസൂലുള്ളാഹിക്ക് ഇല്ലാത്ത കുഴപ്പം നമുക്കുണ്ടോ? ചിന്തിച്ചു നോക്കി ഞങ്ങൾ അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവും സയ്യിദത്തുന ഫാത്തിമ ബീവിയും. അടിപൊളി. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചു കൊടുത്തത് സഫർ മാസത്തിലാന്നേ. എന്നാൽ റസൂലുള്ളാഹിക്ക് പറയാം, സഫർ വലിയ പ്രശ്നമാട്ടാ, ഇനി റബീഉൽ വരട്ടെ, അതുവരെ നിക്കലിയേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ഇല്ല, സഫറിൽ തന്നെ കെട്ടിച്ചു കൊടുത്തു സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാരുടെയും ഫാത്തിമ ബീവിയുടെയും ലൈഫ് എന്ത് രസമായിരുന്നു. പ്രണയത്തിന് ഏറ്റവും മനോഹരമായ ഉദാഹരണവും ഫാത്തിമ ബീവി അല്ലേ. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ. ഈ അഴകുള്ള ഫാത്തിമ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബീവിയുടെ ശരീരത്തിനുള്ള അഴക് അതെന്തായാലും ഉണ്ട്, കാരണം മുത്തുനബിയുടെ മോളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ ഫാത്തിമയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ ഉള്ളിലെ അഴകാണ്, ഈമാനിൻ്റെ അഴകാണ്.
ചിലർ പറയും ഫാത്തിമ ബീബി അലിയും പ്രേമിച്ചാണ് കെട്ടിയതെന്ന്. അല്ലല്ലല്ല, ഞാൻ പ്രണയിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പ് പ്രേമിക്കരുത്, കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രണയിക്കേണ്ടത്. കല്യാണത്തിന് മുമ്പ് പ്രേമിക്കരുത് എന്ന് പറയുമ്പോൾ പിള്ളേർ അലിയും ഫാത്തിമയും പ്രേമിച്ചല്ലോ എന്നാണ്. പിന്നെ അതൊക്കെ വെറും കഥകളിൽ വരുന്ന കെട്ടുകഥകളാണ്. അലിയാനും ഫാത്തിമ ബീവിയും പ്രേമിച്ചത് കല്യാണം കഴിഞ്ഞിട്ടാണ്. എന്തടിപൊളി പ്രണയമായിരുന്നു അവരുടെ, അല്ലേ? കല്യാണത്തിന് മുമ്പല്ല. മനസ്സിലായോ? അപ്പം അതും തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞത് സഫർ മാസത്തിലാണ്. അതുപോലെ തന്നെ മദീനയിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്നു. ആദ്യത്തെ സൈനിക നീക്കം നടത്തിയത് സഫർ മാസത്തിലാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അതൊരു തടസ്സമായിരുന്നില്ല. സൈനിക നീക്കം നടത്തുമ്പോൾ ജയിക്കണ്ടേ, സഫർ ആയതുകൊണ്ട് ജയിക്കൂല എന്ന് റസൂലുള്ളാഹി വിശ്വസിച്ചില്ല. മനസ്സിലായോ? അപ്പോൾ സഫർ മാസത്തിലാണ് ആദ്യത്തെ സൈനിക നീക്കം നടന്നത്. അതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകാൻ തുടങ്ങിയത് സഫർ മാസത്തിലാണ്. റബീഉൽ അവ്വലല്ല, സഫർ മാസത്തിലാണ്. അവിടെ എത്തിയത് റബീഉൽ അവ്വലാന്നുള്ളൂ. ആ സഫർ മാസം തിരഞ്ഞെടുത്തത് മോശമാണെങ്കിൽ തിരഞ്ഞെടുക്കുമോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതുപോലെ റോമർക്കാർക്കിടയിൽ പട നയിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതെപ്പോഴാണ്? അതും സഫർ മാസത്തിലാണ്. കണ്ടോ? അപ്പോൾ നമ്മൾ ഒരിക്കലും സഫറിനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. സഫർ സാധാരണ മാസം പോലെ ഒരു നല്ല മാസം തന്നെയാണ്. മനസ്സിലായോ? പിന്നെ നമ്മളിനി അരോചകമായ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ, ഒരാൾ നമ്മളിങ്ങനെ കണ്ണേറ് ഒരാളിൽ നിന്നുണ്ടാകുന്ന ഒരു നോട്ടം കണ്ടിട്ട് ഭയങ്കര പന്തികേടാണല്ലോ. അല്ലെങ്കിൽ എൻ്റെ പുള്ള പാട്ട് പാടി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ നന്നായി ഡ്രസ്സൊക്കെ ചെയ്താണ് പോയത്, പടച്ചോനെ കണ്ണേറേക്കോ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ പേടിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു പോകാനായിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഒരു തവണ ചൊല്ലിയാൽ മതി. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത ولا يدفع السيئات إلا أنت ولا حول ولا قوة إلا بالله. മനോഹരമായ പ്രാർത്ഥന അല്ലേ? പടച്ചോനെ, എല്ലാ നന്മയും തരുന്നത് നീയാണ്, എല്ലാ തിന്മയും തടയുന്നത് നീയാണ്, നീയല്ലാതെ കഴിവുള്ളവൻ ആരുമില്ല. അല്ലാഹ്, വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ ദുആയാണത് അല്ലേ? ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ തടസ്സങ്ങളൊക്കെ അങ്ങ് തട്ടിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, ഒരു സഹോദരൻ നമുക്കൊരു മെസ്സേജ് ചെയ്തിരുന്നു. പലരും മെസ്സേജ് ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം സ്വബാഹുൽ ഖൈറിൽ ഇത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ 2 ദിവസം മുമ്പ് എടുത്തൊരു ക്ലാസ് ഉണ്ട്, സൂറത്തുൻ നംൽ. നിങ്ങൾ 7 ദിവസം നമ്മൾ പറയുന്നത് പോലെ ഒതുക്കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലേ? അദ്ദേഹം പറയണം അദ്ദേഹത്തിൻ്റെ 2 ആഗ്രഹങ്ങൾ അള്ളാഹു നടത്തി കൊടുത്തു എന്നാണ്. നടക്കാതിരുന്ന ആഗ്രഹങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു വലിയവനല്ലേ? ഞാനേതായാലും അദ്ദേഹത്തിൻ്റെ വോയിസിൽ അല്പം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നമുക്കും ഒരു മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാകണം, നമ്മളും അങ്ങനെ നന്മകൾ ചെയ്യണം, സ്വബാഹുൽ ഖൈറിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അത് കേൾപ്പിക്കേണ്ടത്. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. ഇത് അടുത്ത സ്വബാഹുൽ ഖൈറിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉസ്താദ് പറയണം. സൂറത്തിൽ നമ്മൾ ഓതാൻ 7 ദിവസം ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഓതാ ഉസ്താദ് പറഞ്ഞായിരുന്നു. എൻ്റെ 2 ആഗ്രഹങ്ങൾ കഴിഞ്ഞ 7 ദിവസം ഓതി തൊട്ട് 2 ദിവസത്തിനുള്ളിൽ മാഷാഅല്ലാഹ് 2 ആഗ്രഹങ്ങൾ സഫലീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 ആഗ്രഹങ്ങളും ഒന്നൊരു വണ്ടി ഞാൻ മേടിക്കുന്നതായിരുന്നു. അത് ഞാൻ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം തോത്തു തുടങ്ങി. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന് മുമ്പൊന്നും ഇങ്ങനെ ഇതുപോലെ കൈവച്ചതൊന്നും നേരെ ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നിട്ടില്ല. ഈ വണ്ടിക്ക് ഞാൻ അഡ്വാൻസ് മുമ്പ് കൊടുത്തു. പക്ഷേ എനിക്കപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വരുമെന്ന് പേടിയുണ്ടായിരുന്നു. അത് അൽഹംദുലില്ലാഹ് തടസ്സമൊന്നും ഇല്ലാതെ വണ്ടി കയ്യിലെത്തി. അൽഹംദുലില്ലാഹ്. രണ്ടാമത്താണ് എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയത്. കാരണം ഒരു വണ്ടി വിൽക്കാനായിരുന്നു. അത് ഞാൻ അങ്ങനെ വിൽക്കാൻ എന്തെങ്കിലും വണ്ടിയിൽ എന്ത് സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും നഷ്ടത്തിൽ അല്ലെങ്കിൽ കൈ പൊള്ളിയിട്ടില്ലാണ്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതെല്ലാം എൻഡിങ് ആവുന്ന സമയത്ത് എനിക്ക് നഷ്ടബോധം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം അല്ലാതെ 35,000 രൂപ ലാഭത്തിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അത് നടന്നത് അത് ഞാൻ അഡ്വാൻസ് കൊടുത്ത് അത് പറഞ്ഞു വെച്ചിരുന്നു. അഡ്വാൻസ് കൊടുത്ത പോലെ പറഞ്ഞു വെച്ചിരുന്നത്. എനിക്ക് 35,000 രൂപ ലാഭത്തിൽ അത് പോയി. എനിക്ക് ഇന്നാണ് ഇപ്പോൾ ഞാൻ വോയിസ് അയക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പാണ് എനിക്ക് നടന്നത്. രണ്ടും ഞാൻ 7 ദിവസം സുഹൃത്തിന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കി ഓതുമ്പോൾ തന്നെ ഇന്നെ ആഗ്രഹം നടന്നത് മറ്റൊരു ചിന്ത ഒന്നും ഞാൻ വെച്ചിട്ട് ഇത് ഓതി തീർക്കുള്ള ശരിക്കും അക്ഷരങ്ങളൊക്കെ കഴിയുന്ന പരമാവധി ശ്രദ്ധിച്ച് ചിന്ത മുഴുവൻ ഈ ആഗ്രഹം നടക്കുന്ന ചിന്തയിൽ അള്ളാഹുവിലേക്ക് വേണ്ടി ഓതി എന്നുള്ള നിയത്തോട് കൂടി തന്നെ ഓതി തീർത്ത് കഴിഞ്ഞു. ഇന്ന് മാഷാഅല്ലാഹ് എനിക്ക് നഷ്ടമില്ലാണ്ട് ഞാൻ പ്രതീക്ഷിച്ച നഷ്ടത്തിലാവുന്നത് അതൊന്നും ഇല്ലാണ്ട് എന്റെ ഫുൾ എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇതിൽ അൽഹംദുലില്ലാഹ് ശരിക്ക് സന്തോഷത്തോട് കൂടിയിട്ട് എന്റെ കയ്യിൽ നിന്ന് ഞാൻ അവസാനം പോകുന്ന വിചാരിച്ച പൈസ കൂടി എനിക്ക് നഷ്ടമാവാണ്ട് കൈവശം വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് കൂടുതൽ ലാഭത്തിന് സന്തോഷത്തിന് എനിക്ക് കൊടുക്കാൻ പറ്റി. അതിൽ എനിക്ക് ഉസ്താദിനെ അറിയിക്കണം തോന്നി. വെറും 7 ദിവസം ഞാൻ ഓതിയിട്ടുള്ളൂ. ഉസ്താദ് പറഞ്ഞ പോലെ 7 ദിവസം കൊണ്ട് നടന്നത് മഗ്‌രിബിന് ഇശാഇന്റെ ഇടയിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇശാഇന്റെ ഇടയിലാണ് ഞാൻ ഓതി തീർത്തത് എല്ലാ 7 ദിവസം. എന്നിട്ട് ഈ നിയത്തോട് ഓരോ ദിവസം ഓതുമ്പോൾ മനസ്സിൽ വെച്ചിട്ട് അത് നടന്നു എനിക്ക് ഉസ്താദിനോട് പറയണം തോന്നി. അടുത്ത ഇതിൽ വോയിസ് കേൾക്കാൻ ഉസ്താദ് ഉള്ളതെന്നുണ്ടെങ്കിൽ സ്വഭാവത്തിൽ ഈ ഒരു അനുഭവം പറയണം. കാരണം മറ്റൊരാൾക്ക് കൂടി പ്രചോദനമായിട്ട് ഒരാൾക്കും കൂടി ഉപകാരം ആവുകയാണെങ്കിൽ ആവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു സന്തോഷം പങ്കുവെക്കണം തോന്നി. അൽഹംദുലില്ലാ. എത്ര വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ 2 ആഗ്രഹങ്ങൾ അദ്ദേഹം പ്രതീക്ഷിച്ചതിലപ്പുറം അള്ളാഹു എല്ലാം കൊടുക്കുന്നവനല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം തരുന്നവനാണ് റബ്ബ്.
ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ആ സൂറത്ത് ഓതി നോക്ക്. ആ ഇഖ്ലാസും ബോധ്യമൊക്കെ ഉണ്ടെങ്കിൽ 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹ് നടത്തി തരുമെന്നേ. അള്ളാഹു വലിയവനല്ലേ. അദ്ദേഹത്തിൻ്റെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു വലിയ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഈമാൻ വർധനവ് ഉണ്ടാകാനും സ്വഭാവുൽ ഖൈർ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാനും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനും നമ്മൾ മുമ്പിലുണ്ടാകണം. പിന്നെ നമ്മൾ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തിരുന്നു. കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യണം. പ്രത്യേകിച്ച് ഒരു മാസത്തിൻ്റെ തുടക്കം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മാസം തന്നെ മനോഹരമായി കിട്ടൂലേ അല്ലേ. അപ്പോൾ നമുക്ക് മുഹറത്തിൽ അദ്ദേഹത്തിന് ഹദിയ കൊടുക്കണം എന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെ ഉദ്ദേശിച്ചതുപോലുള്ളൊരു ഹദിയ ആയില്ല. കാരണം ഈ ഗൂഗിൾ പേയുടെ ഒക്കെ പ്രശ്നം വരുന്നതുകൊണ്ടേ അതൊരു വലിയ ബുദ്ധിമുട്ടായി. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു സന്തോഷത്തോടെ കൊടുക്കണമല്ലോ. അപ്പോൾ റബീഉൽ അവ്വൽ കഴിയുമ്പോൾ കൊടുക്കാം എന്നിങ്ങനെ വിശ്വസിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു വലിയവനല്ലേ. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ അത് ഏറ്റെടുത്ത് ആ പ്രയാസം അനുഭവിക്കണം. ആ ഉസ്താദിനും മറ്റ് പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കണം. അപ്പോൾ എല്ലാവർക്കും സഹായകരമായി പലരും ഹദിയ ചെയ്യുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ സ്വഭാവുൽ ഖൈറിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചെറിയൊരു ചോദ്യം, സൂറത്തുൽ കൻസ് എന്നറിയപ്പെടുന്ന നിധി എന്നറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ട്. ഏതാണ് ആ സൂറത്ത്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. പിതാവിൻ്റെ ആണ്ടാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇന്നലെയൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവരുടെയും ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുണ്ട്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന റബ്ബ് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സഫറിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവല്ലേ, നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് 7:30 ഒരുമിച്ച് കൂടണം. ഈ വരുന്ന വർഷം മുഴുവൻ സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞൊരു ജീവിതം ആസ്വദിക്കണം. എനിക്ക് തോന്നുന്നു ഒരു 7:15 തുടങ്ങാം അല്ലേ. 7:15 നമ്മുടെ ഒരു പ്രത്യേക ദിക്റുകളൊക്കെ ഉള്ള മജ്ലിസാണ്. ഇപ്പോൾ എല്ലാവരും പങ്കെടുക്കണമല്ലോ കേട്ടോ. 7:15 നമുക്ക് ഒരുമിക്കണം. ഉണ്ടാവൂലേ, ലൈഫ് കളറാകാനാണ്. വെറുതെ എന്തോരം ദിക്റാണ് ഇഖ്ലാസുള്ള. വെറുതെ ദിക്റ് ചൊല്ലാൻ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കൂല. അള്ളാനെ അറിഞ്ഞു ഒരു തവണ ചൊല്ലിയാലും മതി. ബിരിയാണി എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് കിട്ടൂല. ബിരിയാണി രുചിക്കുമ്പോഴേ എന്നതുപോലെ ദിക്റ് രുചിക്കണം. ആ അർത്ഥത്തിൽ നമുക്ക് ചൊല്ലണം. റെഡിയല്ലേ, ഉണ്ടാവൂല എല്ലാവരും. മുങ്ങുന്നോ? ഇല്ല. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. മക്കളെ, ഇണകളെ, കുടുംബത്തെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ നീ ആദ്യം നന്നാക്കണേ അല്ലാ. കുടുംബത്തിൽ വിശാലത നൽകണേ അല്ലാ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. പഠനങ്ങളിൽ മറ്റു മേഖലകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. പടച്ചവനെ, തൊഴിൽ രഹിതരായ ഒരുപാട് ആളുകളുണ്ട്. ഹൈറായ തൊഴിൽ നൽകണയല്ല. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണയല്ല. പ്രവാസികൾക്ക് ഹൈർ നൽകണയല്ല. കടബാധ്യത ഏറ്റെടുക്കണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഒരുപാട് ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.